മാന്യതയുടെ പര്യായമായി പടുത്തുയർത്തിയത് അഹങ്കാരത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ വളയൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പൊതുപ്രസ്ഥാനങ്ങളാണ്. ഇവിടെ നേരത്തെ സുദീപ് സൂചിപ്പിച്ചു, ഈ പഞ്ചായത്തിലെ ഓരോ മനുഷ്യന്റെയും അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ദൈനംദിനമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്നത്. അന്നൊന്നും UDF അല്ലെങ്കിൽ LDF അതിലെ ഒരു ജനപ്രതിനിധിക്കും ഇന്ന് 2 ദിവസമായി തല കുമ്പിടുന്ന ഒരു ഗതികേട് ഈ വളയൂരിനുണ്ടായിട്ടില്ല. എന്നാൽ അത്തരത്തിലേക്ക് ഒരു സംഭവം ഇപ്പോൾ അരങ്ങേറുകയാണ്. ഇവിടെ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളയൂരിലെ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ജനാധിപത്യത്തെ മാനിക്കുന്ന ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനാണ് ജനങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് വീട്ടിൽ പോയിരിക്കാനല്ല, ഇത്തരത്തിലുള്ള നെറികേടുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പിന്നോട്ട് നിൽക്കുന്ന ഏതൊരു സമീപനത്തിനെതിരായിക്കൊണ്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ ഇനി ഇവർക്ക് എന്താണ് പറയാനുള്ളത്? നാളെ ആളുകൾ ചോദിക്കും, ഡോളർ ഉണ്ടോ ചോദിക്കും, ഇവർക്ക് കൊടുക്കുമോ? ഒരു പഞ്ചായത്തിനെ ഇത്തരത്തിലേക്കുള്ള ഒരു മാനക്കേടിലേക്ക് ഒരു വാർഡ് മെമ്പർ മാത്രം വഴി പറയല്ല, അതിലേക്കുള്ള എല്ലാ സഹായങ്ങളും UDFന്റെ നേതാക്കന്മാർക്ക് പങ്കുണ്ട്. അതെല്ലാം അന്വേഷിക്കണം. ഈ കേരളത്തിലെ ഈ ഭരണത്തിന്റെ കീഴിൽ ആഭ്യന്തര വകുപ്പ് ഇതെല്ലാം അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തി ഇവിടെ കൊണ്ടുവരുന്നുള്ള മൂഢവിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ വളയൂരിലെ UDF നേതൃത്വം അത് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ വളയൂരിലെ പാരമ്പര്യം കാക്കാൻ, വളയൂരിന്റെ മാനം കാക്കാൻ ഇത്തരത്തിലുള്ള ഒരു സമീപനവും ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതിൽ പ്രതി ചേർക്കപ്പെട്ട എല്ലാവരും ഇന്നലെ DYFയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ അതിലെ മാധ്യമ പ്രവർത്തകർ പല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, നേതാക്കന്മാരുണ്ടാകാം. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ ചില മാന്യതകളുണ്ട്. അവിടെ ഉരുപൊട്ടുകയാണ്. തങ്ങളുടെ UDFന്റെ പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി ഈ കേസിലകപ്പെട്ടപ്പോ അതിൽ നിന്ന് ഊരാൻ വേണ്ടി അവിടെ പത്രസമ്മേളനത്തിൽ വന്ന യുവജന നേതാക്കന്മാർ തട്ടിക്കയറുകയാണ്. എന്താ തട്ടിക്കയറുന്നത്? അവർ പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാരുണ്ട്, ഞങ്ങളറിയാത്ത ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ മൈക്ക് കെട്ടി ഞങ്ങളെ 2 ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളെ അവരെ ഫോട്ടോ സഹിതം ഇവിടെ പ്രദർശിപ്പിക്കേണ്ട ഗതികേടാ വരുന്നത്. എന്താണ്? അണ്ടിമുക്ക് സഖാക്കളാത്ര. ഏതണ്ടിമുക്കാന്നാവോ? സ്വർണം ഒരു അമൂല്യനിധിയാണ്. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അടച്ചു സൂക്ഷിക്കുന്നതിലല്ല, പകരം അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.